നമസ്കാരം. മനസ്സറിഞ്ഞു വെച്ച വിളിപ്പുറത്തുള്ള ദൈവമാണ് ഗുരുവായൂരപ്പൻ. ആഗ്രഹ സാഫല്യീകരണത്തിന് ഗുരുവായൂരപ്പന് നേരേണ്ട 3 വഴിപാടുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഈ വഴിപാടിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ വഴിപാട് നേർന്നു കഴിഞ്ഞ് നിങ്ങളുടെ ഏത് ആഗ്രഹമാണെങ്കിലും അത് നടന്നു കിട്ടും. നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വഴിപാട് ഗുരുവായൂർ പോയി പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ആ 3 വഴിപാടുകൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് നേടേണ്ടതെന്നും നോക്കാം. ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, നമ്മുടെ വീട്ടിലെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം അല്ലെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാനൊരു തുളസിമാല സമർപ്പിക്കുക എന്നതാണ്. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ 2 കൈയും കൂപ്പി കണ്ണടച്ച് നിങ്ങളുടെ ആ ആഗ്രഹം, ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ നടത്തി തരേണ്ടത്, ആ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. നിങ്ങൾ ഭഗവാനോട് ഈ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ, അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതായിരിക്കും. ഈ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ നേർന്ന വഴിപാട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പൂർത്തീകരിക്കണം. അപ്പോൾ ഏതൊക്കെയാ വഴിപാട്, നിങ്ങൾ ചെയ്യേണ്ട 3 വഴിപാട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ, ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട നെയ്വിളക്ക് സമർപ്പിക്കുക എന്നതാണ്. ഒപ്പം നമ്മുടെ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വനമാല സമർപ്പിക്കുക. 3ാമത് പാൽപായസം കഴിപ്പിക്കുക. അങ്ങനെ ഈ 3 വഴിപാടുകളും ഗുരുവായൂർ പോയി ചെയ്യുന്നതോടെ നിങ്ങളുടെ നേർന്ന വഴിപാട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾ വഴിപാട് നേർന്ന് നിങ്ങളുടെ ആഗ്രഹമൊക്കെ പൂർത്തിയായതിനു ശേഷം ഉടനെ തന്നെ ഈ വഴിപാട് ഗുരുവായൂർ പോയി പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം. അഥവാ നിങ്ങളുടെ ആഗ്രഹം നടന്നതിന് ശേഷം വഴിപാട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വഴിപാട് ചെയ്തു നോക്കുക. നിങ്ങൾ എന്ത് ആഗ്രഹിക്കട്ടെ, തൊഴിലോ വിദേശ ജോലിയോ അഥവാ വീടോ, അങ്ങനെ എന്ത് തന്നെ ആഗ്രഹം, നിങ്ങളുടെ വലിയ ആഗ്രഹമാണെങ്കിലും നിങ്ങൾ ഈ വഴിപാട് മനസ്സിൽ ആഗ്രഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയെ നിങ്ങളെ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഓം നമഃ ശിവായ.